ഡാൻസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്? മൊത്തത്തില് റംസാൻ തുടങ്ങിയോ? ഓൾറെഡി ഇവിടെ ഷൂട്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു. റംസാൻ എന്റെ നല്ല ഗുഡ് ഫ്രണ്ട് ആണ്. പിന്നെ നല്ല ഡാൻസർ ആണ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഡാൻസർ റംസാൻ. പിന്നെ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് അറിയാം. ഇപ്പം കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം. മതിയോ? ഇതിപ്പോ എന്നെ കുറിച്ചാണ്. ഹായ് ദിൽഷ. ഹലോ. ഹായ്. അതെ, റംസാന് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപദേശം ഉണ്ടോ? ഒരു വലിയ ഉപദേശം അന്നൊരു 2 ഉപദേശം പറയോ റംസാന് കൊടുക്കാനുള്ള? അതിൽ ഫസ്റ്റ് ഉപദേശം എന്താന്ന് അവനറിയാം. ഒന്ന് അവനോട് തന്നെ ചോദിച്ചു നോക്ക്. എന്താ? ദേഷ്യാണോ? കറക്റ്റ്. ഓക്കെ, അതിലെങ്ങനെയായിരിക്കും ദിൽഷ എങ്ങനെ ഉപദേശിക്കാൻ പോകുന്നത് ആ കാര്യത്തില്? ഇല്ല, ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ ദേഷ്യം വരുമ്പോ ഞാൻ പറയാറുണ്ട്, നീ അതൊന്ന് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ അത്ര ഇതൊന്നുമില്ല. ഓക്കെയാണ്. ദിൽഷയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് റീൽസ് എടുക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് അവൻ ലൈക്ക് വഴക്കാണ് കിട്ടാറ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഉപദേശം ഇത് കഴിയുമ്പോ ഞാൻ അവനെ കാണുന്നു. രണ്ടാമത്തെ ഉപദേശം രണ്ടാമത്തെ ഉപദേശം നമുക്ക് ഇതന്നെ പറയാം. ലൈക്ക് റീൽസ് എടുക്കുന്ന ടൈമിൽ കുറച്ചും കൂടെ എന്താ പറയാ, നീ ഇങ്ങനെ വഴക്ക് പറയാതെ കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ദിൽഷ, താങ്ക് യു സോ മച്ച്. പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. ശരി. കേട്ടല്ലോ 2 ഉപദേശം. റീസൺ ഉണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല, കഥ കഴിഞ്ഞിട്ടില്ല. നമ്മള് ഡാൻസ് ഓക്കെ, നമ്മളിപ്പോ ചെയ്തതിൽ ഒരെണ്ണം മാത്രമാണ് റൊമാൻറ്റിക് ആണ് പെർഫോമൻസ് ചെയ്തെങ്കിലും ഒരെണ്ണം കുറച്ച് ഫോക്ക് ടൈപ്പ് മല്ലിപ്പൂ നമ്മൾ ചെയ്തു. അത് അടിപൊളിയായിരുന്നു. അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മള് വേറൊരു ഡാൻസ് അന്ന് രാവിലെ ഷൂട്ട് ചെയ്യാൻ പോയത് പാട്ട് കേട്ടു, വൈകുന്നേരം കോസ്റ്റ്യൂം എടുത്ത് അപ്പൊ ഷൂട്ട് ചെയ്ത് അപ്പൊ എടുത്തു. ആ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കിയാൽ പോലും പഠിക്കാൻ പറ്റില്ല. നമ്മള് അത് ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ റീസെന്റ് ചെയ്ത സംഭവത്തില് അത് റൊമാൻറ്റിക് പെർഫോമൻസ് ആണ്. അപ്പൊ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ടെക്നിക്കലി അപ്പൊ തിരിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല കുട്ടിയായിട്ട് എല്ലാം പഠിക്കും. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരും. അപ്പോ വേറെ സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു ക്രൂവോ എനിക്കൊരു അങ്ങനെ ആരും ഇല്ല. അപ്പൊ നമ്മൾ തന്നെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണം, നമ്മൾ തന്നെ ലൈറ്റ് സെറ്റ് ചെയ്യണം, ക്യാമറ മാത്രം വേറെ ആൾ വരും. അപ്പൊ പ്രോപ്പർട്ടി എടുക്ക് മാറിപ്പോകും, പിന്നെ നമ്മൾ സെറ്റ് ചെയ്യണം, കോസ്റ്റ്യൂം നമ്മൾ നോക്കണം, മേക്കപ്പ് നോക്കണം, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോ ആള് തെറ്റിക്കും. അപ്പൊ എനിക്ക് ദേഷ്യം വരില്ലേ? അല്ല റംസാൻ, ചെറുതായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നന്നാക്കിയ സംഭവം, എല്ലാം പെർഫെക്റ്റ് ആക്കിയതാ. എന്നിട്ട് തെറ്റിക്കുമ്പോ ഞാൻ പറയും, അതും ഞാൻ ദേഷ്യപ്പെട്ടല്ല പറയും, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോ അവിടെ ദേഷ്യമായിട്ട് തോന്നുന്നതാണ്. പക്ഷെ പാവം ഇങ്ങനെ ദേഷ്യപ്പെടരുതിട്ടാ. ദേഷ്യപ്പെട്ടില്ല, ഞാൻ കുറച്ചുകൂടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. അത് വെറുതെ തളർന്നു അങ്ങനെയൊന്നുമില്ല.